വീണ്ടും നമ്മൾ ആലപ്പുഴയിലേക്ക് പോകുന്നു. ആലപ്പുഴയിൽ പുന്നമടയിൽ നെഹ്റു ട്രോഫിയുടെ ആവേശം അങ്ങ് എത്തുകയാണ്. ശരണ്യ തുടരുന്നുണ്ട്. ശരണ്യ, എന്താണ് നാളത്തെ ഒരു തയ്യാറെടുപ്പുകൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ഈ ഷെഡ്യൂൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? സജിത്ത, ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഇവന്റാണ് ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി ജലമേള. എന്തായാലും അതിന്റെ ഒരുക്കങ്ങൾ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മളോടൊപ്പം ഉള്ളത് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആണ്. സർ, ഇവന്റ് നാളെ എത്ര ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒരുക്കങ്ങൾ ഏത് ഘട്ടം വരെയായി? നമ്മൾ ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഓഗസ്റ്റ് മാസം സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു നേരത്തെ നെഹ്റു ട്രോഫി ക്രമീകരിച്ചത്. ഇപ്രാവശ്യം നമ്മൾ ഓണോട്ടനുബന്ധിച്ച് നമ്മൾ ഓഗസ്റ്റ് മാസം 30-ാം തീയതിയാണ്. അപ്പം ആൾക്കാർക്ക് തന്നെ പ്ലാൻ ചെയ്ത് വരാനുള്ള സംവിധാനങ്ങളുടെ ഉദ്ദേശിച്ചാണ് നമ്മൾ ക്രമീകരിച്ചത്. തീർച്ചയായിട്ടും നമ്മൾ അറ്റോയി ഉൾപ്പെടെയുള്ള ടീമുകളായിട്ടൊക്കെ ചേർന്ന് മീറ്റിങ്ങുകളൊക്കെ എടുത്തിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 1000-ഓളം പേര് ഫോറിനേഴ്സും ഒരു നല്ലൊരു ക്രൗഡ് ഡൊമസ്റ്റിക് ടൂറിസം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു ഒരു ഉത്സവ മൂഡിലേക്ക് തീർച്ചയായിട്ടും ആലപ്പുഴ ടൗണിനെ മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓണത്തിന് സാധാരണ ഓഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ച ഓണത്തിന് വരവറിയിച്ചുകൊണ്ടാണ് നെഹ്റു ട്രോഫി. പക്ഷേ ഇത്തവണ ഓണത്തിന്റെ ഒരു മുഹൂർത്തത്തിൽ സ്കൂളുകൾ അടച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ക്രൗഡ്, നമ്മൾ വലിയൊരു ക്രൗഡ് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. നമ്മൾ സാറിന് 3 ലക്ഷം പേരാണ്, അതിൽ കൂടുതൽ 3 ലക്ഷം പേരെങ്കിലും പ്രാവശ്യം ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് അതിനുള്ള അനുബന്ധമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരുന്നു. ട്രോഫിയായിട്ട് വിജയകരമായിട്ട് നടത്താനായിട്ട് ട്രോഫി വിജയകരമായിട്ട് നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും നാളെ തന്നെ നടത്തിയിട്ട് കഴിഞ്ഞ 3-4-5 മാസങ്ങളായിട്ട് നമ്മൾ റെഗുലറായിട്ട് മീറ്റിങ്ങുകളൊക്കെ എടുത്ത് സ്റ്റാർട്ടിംഗ് ഡിവൈസ് ഉൾപ്പെടെ ഫിനിഷിംഗ് ഡിവൈസ് ഉൾപ്പെടെ ട്രാക്ക് ഉൾപ്പെടെ എല്ലാം നവീകരിക്കുന്നത് എല്ലാ രീതിയിലും പുതിയ സംവിധാനങ്ങൾ ആവിഷ്കാരങ്ങൾ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു വലിയ തർക്കം ഉണ്ടായിരുന്നു, ആരാ ഫിനിഷിംഗ്, അത് മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലൊക്കെ ആയിരുന്നു. ഇപ്പോഴും അത് കോടതിയിലൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തവണ കുറച്ചുകൂടി കുറ്റമറ്റതാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ക്രമീകരിച്ചത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വ്യത്യസ്തമായിട്ട് നമ്മൾ ഫോട്ടോ ഫിനിഷിനകത്ത് നമ്മളൊരു അനുബന്ധ ക്രമീകരണം ചെയ്തിരിക്കുന്നത് നമുക്ക് ദൂരദർശനെ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീപ്ലേ കാണിക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മുടെ ഒരു അപ്പർച്ച്, സ്മോൾ അപ്പർച്ച് കൂടാണ് കടന്നു വരുന്നത് മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് കാണാനുള്ളായിരുന്നു. പക്ഷേ അതിന് വ്യത്യസ്തമായിട്ട് ഈ ബോട്ട് കടന്ന് നമ്മളൊരു ഇമാജിനറി ലൈൻ, ഒരു വെർച്വൽ ലൈൻ ക്രിയേറ്റ് ചെയ്യും. ആ ലൈനിൽ വന്ന് തൊട്ടുന്നത് ആരാണെന്നുള്ളവരും വീണ്ടും റീപ്ലേ ചെയ്ത് കാണിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. തീർച്ചയായിട്ടും ഇത്തവണ 21 വള്ളങ്ങളാണ്, ചുണ്ടൻ വള്ളങ്ങൾ തന്നെ ഉള്ളത്. 6 ഹീറ്റ്സ് വരുന്നു, മാത്രമല്ല 4 ലൂസേഴ്സ് വരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സമയക്രമം കഴിഞ്ഞ തവണത്തേക്കാൾ മുന്നോട്ട് പോവില്ലേ? നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ചെറിയ വള്ളങ്ങളുടെയൊക്കെ ഉള്ള രാവിലെ 11 മണിക്ക് തന്നെ വള്ളങ്ങളെ ആരംഭിക്കും. ചെറിയ വള്ളങ്ങളുടെ ഹീറ്റ്സുകളെല്ലാം തന്നെ നടത്തി വെച്ചിട്ട് ഫൈനൽസ് മാത്രമേ ചെറുവള്ളങ്ങളെ കാണത്തുള്ളൂ. അപ്പോൾ ഈ ചുണ്ടൻവള്ളം തീർച്ചയായിട്ടും 6 ഹീറ്റ്സും അതിൻ്റെ ലൂസേഴ്സ് ഫൈനൽസ് ഉൾപ്പെടെ ക്രമീകരണം ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്ക് കൃത്യം 2 മണിക്ക് തന്നെ 2:30-ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഉദ്ദേശിക്കുന്നത്. 5:30-ക്ക് അവസാനിപ്പിക്കാനാണ് നമ്മൾ ഷെഡ്യൂളിലേക്ക്. ചെറിയ നല്ല 6 മണിക്ക് മുമ്പ് തീർക്കാൻ പറ്റുന്നതാണ് വിശ്വാസം. പക്ഷേ ഇതിനകത്ത് സാറേ, ഈ വള്ളംകളി പ്രേമികളുടെ ആകെയുള്ളൊരു പരാതിയുണ്ട്. അതായത് സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ പേജിൽ പോലും വള്ളംകളിയുടെ ആയിട്ടുള്ള ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും വരുന്നില്ല എന്നുള്ള വലിയ വിഷമകരമായ അഭിപ്രായം പലയിടത്തും ആളുകൾ പങ്കുവയ്ക്കുന്നു. കാരണം ഇത് ഇവിടെ മാത്രം ഒതുങ്ങുന്ന ഒരു ഇവന്റ് അല്ലല്ലോ. എന്തുകൊണ്ട് അങ്ങനെ ഒരു തഴയപ്പെടുന്ന രീതിയിൽ വരുന്നത്? എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും തഴയപ്പെടുന്ന ഇവന്റ് ഇതല്ല. നമ്മൾ പ്രാവശ്യം നമ്മുടെ ടൂറിസം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ നമ്മുടെ ഇൻക്രെഡിബിൾ ഇന്ത്യ അവരുടെ സൈറ്റിലൊക്കെ നമ്മുടെ ഈ വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഉത്സവ പോർട്ടൽ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഫേസ്ബുക്ക് പേജുകളിലൊന്നും കാണുന്നില്ലായിരുന്നു. നോക്കാം. സാർ, അത് മാത്രമല്ല ഒരുപാട് ആളുകൾ വരുന്ന ഒരു ഇവന്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ അവിടുത്തെ റോസ് പവലിയനൊക്കെ തന്നെയാണെങ്കിലും അതിൽ കുറേ ശോചനീയാവസ്ഥയുണ്ട്. കുറേ നാളായി പറയുന്നു ഇത് കുറച്ചുകൂടെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തും, അതിനുള്ള സജ്ജീകരണങ്ങളുണ്ട്, പണം മാറ്റിവെക്കും എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത്തവണയും മാറ്റമൊന്നുമില്ലല്ലോ. നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് സ്വദേശി ദർശൻ ഫണ്ടിനകത്ത് 92 കോടി രൂപ ആലപ്പുഴ ജില്ലയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ ബീച്ച്, നമ്മുടെ കനാല്, അതോടൊപ്പം തന്നെ ഈ ഫിനിഷിംഗ് പോയിന്റ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ വിപുലീകരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ പ്രപ്പോസൽ ആക്കിയിരിക്കുന്നത്, അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത വരും വർഷങ്ങൾ തീർച്ചയായിട്ടും ഒരു നല്ല സംവിധാനം ഏർപ്പെടുത്താൻ പറ്റുമെന്നാണ് വിശ്വാസം. അപ്പോൾ അടുത്ത തവണ ശോചനീയമായ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നാണ് സാർ പറയുന്നത്. പ്രതീക്ഷിക്കാം. അതെ, എന്തായാലും അദ്ദേഹത്തിന് അത്രേ പറയാൻ കഴിയുള്ളൂ. ചെയ്യേണ്ടത് സർക്കാർ തന്നെയാണ്. ആ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അദ്ദേഹം അക്കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മുൻകൈ എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും നാളെ ഇവിടെ ക്രമീകരണങ്ങളൊക്കെ ഏറെക്കുറെ ആയിട്ടുണ്ട്. വളരെ സന്തോഷകരമായ രീതിയിൽ തന്നെ. കാലാവസ്ഥ ഇച്ചിരി മോശമായി പോയല്ലേ? കാലാവസ്ഥ മോശമാണ്. വള്ളംകളി ബാധിക്കത്തില്ല, ഇവിടെ അനുവദിച്ചുള്ള പ്രോഗ്രാംസിനാണ് ബാധിക്കുന്നത്. കാലാവസ്ഥ നമ്മുടെ സ്റ്റീഫൻ ദേവസ്യയുടെ പ്രോഗ്രാം ഇന്ന് വൈകിട്ട് നമ്മളൊരു ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് ക്രമീകരിച്ചത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഈ വിഷയം ഉണ്ടായതുകൊണ്ട് അത് നമ്മുടെ ജോൺസ് സ്റ്റേജിലോട്ട് മാറ്റുകയാണ്. പ്രാവശ്യം പോപ്പി ഗ്രൗണ്ടിലേക്ക് മാറ്റുകയാണ്. അതെ, നല്ലൊരു പരിപാടിയായിരുന്നു. കാരണം ഈ ജലാശയത്തിൽ ഇവിടെ ആയിരുന്നു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിംഗ്, നമ്മുടെ ലൈറ്റ് ഷോ ഒക്കെ ക്രമീകരിച്ചു. പക്ഷേ അതൊന്നും നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, വള്ളംകളി മഴ ഒരിക്കലും ബാധിക്കില്ല. മഴയ്ക്ക് മുമ്പേ തുഴയുന്നവരാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ അത് ബാധിച്ചു.
അതാണ് പെട്ടെന്നൊരു കാലാവസ്ഥ തിരിച്ചടി. നന്ദി സർ. കാലാവസ്ഥ തിരിച്ചടി ഉണ്ടായി, പക്ഷേ എങ്കിൽ പോലും വള്ളംകളി എന്നുള്ള ഒരു സംവിധാനത്തെ അത് ബാധിക്കില്ല. നാളെ രാവിലെ ചെറുവള്ളങ്ങൾ ഇറങ്ങുന്നത് മുതൽ അത് വലിയ ആവേശകരമായ ഒരു മത്സരത്തിലേക്ക് പോകും അല്ലേ ശ്രീജ? അതായിരിക്കും അല്ലേ? എന്തായാലും അതിൻ്റെ സാങ്കേതികമായ വശങ്ങളും സാങ്കേതികമായ കാര്യങ്ങളൊക്കെ ജില്ലാ കളക്ടർ തന്നെ നമ്മളോട് നേരിട്ട് വിശദീകരിച്ചു. ഇനി വേണ്ടത് ആളുകളുടെ ഒരു ആ പങ്കാളിത്തം. അത് നമുക്കറിയാം, ആലപ്പുഴയിൽ വള്ളംകളി നടക്കുമ്പോൾ 10,000 ടിക്കറ്റുകളാണ് വിൽക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ എത്തുന്ന ആളുകൾ എത്ര 10,000-ങ്ങളാണെന്ന് നമുക്കറിയില്ല. അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഇത്രയും വർഷങ്ങളായിട്ട് എന്താണെന്ന് വെച്ചാൽ ശരണ്യ, ഇവർ അങ്ങനെ പരാതിയൊന്നും പറയില്ല. ആ മനുഷ്യന്മാർ വന്നിട്ട് ആരും പരാതിയൊന്നും പറയാതെ ആ പാവങ്ങൾ വന്ന് ആ വെയിലത്തായാലും മഴയത്തായാലും നിന്ന് അത് മുഴുവൻ ആസ്വദിച്ച് അവരുടെ അതാത് ടീമുകളെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് പരമാവധി എനർജി പകർന്ന് നൽകി അവരിവിടെ ഇരുന്നങ്ങ് ആഘോഷിച്ചു പോകും. പക്ഷേ നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഇത്രയും പൈസ മുടക്കി വലിയ പൈസ കൊടുത്തിട്ട് തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. 1,500 രൂപയാണ് ഒരു ടിക്കറ്റിന് വില. അപ്പോൾ അതാണ് ഇതൊരു നമ്മുടെ ഒരു പ്രസ്റ്റീജിയസ് ഇവന്റ് ആണ്. ഒരു ലോകത്തിന് മുന്നിൽ ഒരുപക്ഷെ കേരളത്തിന് വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിഷ്വൽ ട്രീറ്റ് ആണ് വള്ളംകളി എന്നതിൽ ഒരു സംശയമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധനം വന്ന് അവർ പുറത്തു പോയി പറയേണ്ടത് നമ്മളെ പറ്റി നല്ലതാണ് പറയേണ്ടത്. അവിടെ ഒരു വീഴ്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ വീഴ്ച ഉണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷെ അതൊക്കെ നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. തൽക്കാലം നമ്മൾ ആവേശത്തിലേക്കാണ് പോകുന്നത്. അപ്പം മറക്കണ്ട, നാളത്തെ ഒരു ഏതാണ്ട് ഷെഡ്യൂൾ ഇങ്ങനെയാണ്. 11 മണി തൊട്ട് ഇവിടെ 1150 മീറ്റർ നീളം വരുന്നതാണ് ട്രാക്ക്. അവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, അവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ്. കാണിക്കാൻ പറ്റില്ല. അത്രയും ദൂരം 1150 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററും 150 മീറ്ററും ആണ്. അപ്പോൾ 1 കിലോമീറ്റർ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ദൂരമല്ല. ആ 1150 മീറ്റർ മുഴുവൻ തീ പറപ്പിച്ചാണ് ഇവർ പറന്നു പോകുന്നത്. എല്ലാവരും പറയും ഓളത്തിന് അല്ലെങ്കിൽ വെള്ളത്തിന് തീ പിടിക്കുമെന്ന് ചോദിക്കും. പക്ഷെ തീ പിടിക്കും. ക്ലീശ അല്ല സത്യത്തിൽ, അല്ലേ? അത് തീ പിടിക്കുമ്പോൾ അത് 100-ലേറെ പേരാണ് ഒരു ടീമിലുള്ളത്. ഇത്രയും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന മറ്റൊരു സ്പോർട്ടില്ല, ഒളിമ്പിക്സിൽ പോലും ഇല്ല. ഒരേ ടീമിൽ 100 പേര് ഒരു വള്ളത്തിൽ ആ 100 പേരും ഒരേ താളത്തിൽ ഒരേ മനസ്സോടെ 1 ഇഞ്ച് ചില സമയത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു തുഴ കുറഞ്ഞു പോയി എന്നൊക്കെ. ഈ ഒരു തുഴ കുറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 100 പേരിൽ ഒരാളുടെ തുഴ കൃത്യസമയത്ത് അവിടെ വീണില്ല. അത് മതി തോൽവിയെ നിർണ്ണയിക്കാൻ. കഴിഞ്ഞ തവണ സമാനമായിരുന്നു അവസ്ഥ. താളമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണത്തെ ഫൈനലിൽ മൈക്രോ സെക്കൻഡ്സിനാണ് 2 ടീമുകൾ തമ്മിലുള്ള മത്സരത്തിൽ PBCയും ഇപ്പോഴും കരച്ചിലും തീർന്നിട്ടില്ല, സങ്കടവും തീർന്നിട്ടില്ല, കോടതിയുടെ മുന്നിലാണ്. അങ്ങനെ ഒരു മൈക്രോ സെക്കൻഡ് പോലും നിർണായകമാവുന്ന തരം അത്രയും പ്രധാനപ്പെട്ട ഒരു മത്സരമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തയ്യാറെടുപ്പും ഏതാണ്ട് ഒരു മാസത്തിൽ കൂടുതലൊക്കെ ആയി തയ്യാറെടുപ്പ് നടക്കുന്നു. എല്ലാവർക്കും സമയവും കിട്ടിയിട്ടുണ്ട് ഇത്തവണ കുറച്ചുകൂടി. പക്ഷെ അപ്പോഴും ഈ പ്രശ്നമുണ്ട്. ഓഗസ്റ്റിലെ 2ാമത്തെ ശനിയാഴ്ച എന്നൊക്കെ പറയുമ്പോൾ മുമ്പ് അതൊരു കറക്റ്റായിട്ട് നടക്കുമായിരുന്നു. പക്ഷെ ആലപ്പുഴയെ സംബന്ധിച്ച് നല്ല മഴയായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി, മഴ ഒഴിഞ്ഞൊരു സമയം കഴിഞ്ഞ് കുറേ നാളുകളായിട്ട് ആലപ്പുഴയിലില്ല. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചും അവഗണിച്ചും അവരുടെ തയ്യാറെടുപ്പൊക്കെ പൂർണ്ണമായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം അവർക്ക് റെസ്റ്റ് ഡേ ആണ്. കഴിഞ്ഞ ദിവസം വരെയും ഇവിടെ ഇങ്ങനെ നടന്ന് പരിശീലനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. അപ്പോൾ എല്ലാ വള്ളംകളി